രേഖാചിത്രം എന്ന ആസിഫ് അലി സിനിമയിലെ പുഷ്പം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി സലീമ. ദേശീയ പുരസ്കാരങ്ങൾ തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട നടിയാണ് സലീമ. നഖക്ഷതങ്ങളിലും ആരണ്യകത്തിലും മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. എന്നാൽ ജൂറിയുടെ കണ്ണിൽ ചലച്ചിത്ര ബാഹ്യമായ ചില കാരണങ്ങളാൽ സലീമ ഉൾപ്പെടാതെ പോയി. എന്നാൽ ഇതൊന്നും ഒരു നടിയുടെ മികവിന്റെ മാനദണ്ഡങ്ങളാകുന്നില്ല എന്ന സത്യം ചരിത്ര യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. 700-ൽ പരം സിനിമകളിലെ ഒരു അഭിനേത്രിക്കും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ഓരോന്നിനും തനത് ശൈലിയുടെ ഭംഗിയും ആഴവും ഉൾക്കരുത്തും നൽകിയ വഴി ഭാരതം കണ്ട ഏറ്റവും മികച്ച നടികളിൽ പ്രഥമ സ്ഥാനത്തെന്ന് കമലഹാസൻ അടക്കമുള്ളവർ വാഴ്ത്തിയ നടിയാണ് ഉർവശി. സമകാലികയായ ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരം കൂടാതെ പത്മശ്രീയും ഇപ്പോൾ പത്മഭൂഷണും ലഭിച്ചിട്ടും ഉർവശിക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല. താരതമ്യേന ജൂനിയർ ആയതുകൊണ്ടും ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വിശേഷിപ്പിക്കാനാവാത്തതുമായ പല നടികളും ഈ പുരസ്കാരം നേടിയപ്പോഴും ഉർവശിയെ കണ്ടില്ലെന്ന് നടിച്ചു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഉർവശിയുടെ വേഴ്സറ്റാലിറ്റിയെക്കുറിച്ച് ചലച്ചിത്രാവബോധമുള്ളവർ മുതൽ അതിസാധാരണക്കാരായ കാണികൾക്ക് വരെ അറിയാം. സലീമയുടെ സ്ഥിതിയും അതുതന്നെയാണ്. ഉർവശിയുമായി യാതൊരുവിധ താരതമ്യവും അർഹിക്കുന്ന നടിയല്ല സലീമ. വളരെ കുറച്ച് പടങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് പിന്നീട് വിസ്മൃതിയിൽ മറഞ്ഞ അഭിനേത്രി. എങ്കിലും അവരുടെ പ്രതിഭ പ്രജ്വലിച്ചു നിന്ന ഒരു കാലത്ത് അവർ തമസ്കരിക്കപ്പെട്ടു എന്നത് മാത്രമാണ് അവരും ഉർവശിയും തമ്മിലുള്ള ഏക സാമ്യം. അഭിനയ കലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു റഫറൻസ് തന്നെയാണ് ആരണ്യകത്തിലെ സലീമയുടെ വേഷം. അതിലേക്ക് വരും മുൻപ് നഖക്ഷതങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഊമ കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് പുത്തരിയല്ല. പല പ്രശസ്ത അഭിനേത്രികളും അത്തരം വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെ സംഭവിച്ച ഒരു ന്യൂനത സംഭാഷണങ്ങളെ ആശ്രയിക്കാൻ കഴിയാതെ വരുമ്പോൾ ഭാവപകർച്ചയിലൂടെ ആശയവിനിമയവും വൈകാരിക സംവേദനവും സാധ്യമാക്കേണ്ടതുണ്ട്. അവിടെ പല അഭിനേത്രികളും അടിപതറുന്നതായി കാണാം. അമിതാഭിനയവും അധിക ഭാവുകത്വവും കൊണ്ട് അവർ ഊമയെ ഒരു ഹാസ്യ കഥാപാത്രമാക്കി മാറ്റുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട ഒരാളുടെ ദൈന്യവും നിസ്സഹായതയും പ്രകടിപ്പിക്കുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണങ്ങളായി പരിഗണിക്കപ്പെടേണ്ട കഥാസന്ദർഭം ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കായി എന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ഊമയായ ഭരത് ഗോപിയുടെ കഥാപാത്രം തൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിൽ അനുഭവിക്കുന്ന ആത്മസംഘർഷമാണ്. അയാളുടെ മനസ്സിൽ പേരുണ്ട്. അത് കുഞ്ഞിൻ്റെ ചെവിയിൽ ചെറിയ തോതിലാണെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നതുമില്ല. പലകുറി ശ്രമിച്ച് പരാജയപ്പെടുന്ന സന്ദർഭത്തിലെ അയാളുടെ ഉള്ളുരുക്കം ഗോപി അവതരിപ്പിക്കുമ്പോൾ ഭാവപകർച്ചയുടെ മഹനീയ നിമിഷം നമുക്ക് അനുഭവവേദ്യമാകുന്നു. സമാനമെന്ന് പറയാനാവില്ലെങ്കിലും താരതമ്യേന പുതുമുഖമായ സലീമ വളരെ കുറഞ്ഞ പ്രായത്തിൽ, അതായത് വെറും 14 വയസ്സ് മാത്രമുള്ളപ്പോൾ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ ഊമയായി അഭിനയിക്കുമ്പോൾ പുലർത്തിയ മിതത്വവും ഒതുക്കവും ശ്ലാഘനീയമാണ്. നിസ്സഹായായ ഊമയിൽ നിന്ന് ആരണ്യകത്തിലെ അമ്മിണി എന്ന കരുത്തുറ്റ പെൺകുട്ടിയിലേക്ക് എത്തുമ്പോൾ ക്യാരക്ടറൈസേഷനിലെ 2 എക്സ്ട്രീമുകളെ അവർ അത് അർഹിക്കുന്ന വൈവിധ്യം പുലർത്തിക്കൊണ്ട് ഉജ്ജ്വലമാക്കുന്നത് കാണാം. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ സലീമയുടെ യഥാർത്ഥ പേര് കാളീശ്വരി ദേവി എന്നാണ്. സിനിമയ്ക്ക് വേണ്ടി അവർ സലീമയായി. 300-ലധികം തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ച ഗിരിജയുടെ മകളാണ് സലീമ. മുത്തശ്ശി തിലകവും അറിയപ്പെടുന്ന നടിയായിരുന്നു. അഭിനയം സലീമയുടെ രക്തത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു ആഗ്രഹം സലീമയ്ക്കോ വീട്ടുകാർക്കോ ഉണ്ടായിരുന്നില്ല. അവധി ദിനങ്ങളിൽ അമ്മയ്ക്കൊപ്പം ലൊക്കേഷനിൽ എത്തുന്ന കുഞ്ഞു സലീമയുടെ കൗതുകവും കുസൃതിയും കലർന്ന മുഖവും ഭാവങ്ങളും പല സിനിമാ പ്രവർത്തകരെയും ആകർഷിച്ചിരുന്നു. ബാലതാരമായി അഭിനയിച്ചു കൂടെയെന്ന് പലരും ആരാഞ്ഞു. എന്നാൽ പഠനം കഴിയാതെ അഭിനയം വേണ്ടെന്ന കർശന നിലപാടിലായിരുന്നു കുടുംബം. മേഘസന്ദേശം, പ്രതികാരം എന്നിങ്ങനെ 2 തെലുങ്ക് സിനിമകളിൽ മുഖം കാണിച്ചെങ്കിലും അതൊന്നും കരിയറിൽ ഗുണം ചെയ്തില്ല. ആയിടയ്ക്ക് ചില പരസ്യ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സലീമയെ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ പിറന്ന നാട്ടിൽ എന്ന മോഹൻലാൽ ചിത്രത്തിലേക്ക് ഓഫർ വന്നു. ആ സിനിമയിൽ അഭിനയിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ സലീമയുടെ കഴിവുകളെക്കുറിച്ച് മികച്ച ധാരണയുള്ള നടി കാഞ്ചന, MT ഹരിഹരൻ ടീം നഖക്ഷതങ്ങളിലേക്ക് ഒരു പുതുമുഖ നായികയെ അന്വേഷിക്കുന്ന വിവരം പറഞ്ഞു. സലീമ അവരെ പോയി കണ്ടു. ഒഡീഷനിൽ സലീമ തന്നെയാണ് ലക്ഷ്മി എന്ന സംസാരശേഷിയില്ലാത്ത കഥാപാത്രത്തിന് അനുയോജ്യയെന്ന് ബോധ്യമായി. നഖക്ഷതങ്ങൾ വിപണന വിജയം കൈവരിച്ചതോടെ സലീമ മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാവുമെന്ന് തന്നെ ചലച്ചിത്ര വ്യവസായവും പ്രേക്ഷകനും വിലയിരുത്തി. എന്നാൽ താൻ എത്തി നിൽക്കുന്ന ഉയരങ്ങളെക്കുറിച്ചും സിനിമയിൽ സെലക്റ്റീവ് ആകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒന്നും അവർക്ക് അറിയാമായിരുന്നില്ല. സിനിമ പ്രൊഫഷനായി സ്വീകരിച്ച സ്ഥിതിക്ക് വരുന്ന ഓഫറുകളെല്ലാം ഏറ്റെടുക്കുന്നതാണ് ഉചിതമെന്ന് അവർക്ക് ഒരുപക്ഷെ തോന്നിയിരിക്കാം.
നക്ഷത്രങ്ങൾക്ക് ശേഷം പിന്നീട് അവരെ കാണുന്നത് ഷാനവാസിന്റെ നായികയായി ഭഗവാൻ എന്ന പടത്തിലാണ്. അതും കഴിഞ്ഞ് നിറമുള്ള രാവുകൾ എന്ന മസാല പടത്തിലും സലീമ പ്രത്യക്ഷപ്പെട്ടു. കാതലുള്ള തിരക്കഥയിൽ നിന്നും ഒരു നടിയുടെ പിന്നോട്ട് നടത്തമായിരുന്നു ഇത് രണ്ടും. കുറുക്കൻ രാജാവായി എന്ന കോമഡി ചിത്രത്തിലെ രാജി എന്ന അടിപൊളി പെണ്ണായി വന്നപ്പോഴും സലീമയുടെ പ്രകടനം മോശമായില്ല. പക്ഷേ അവരെ പോലൊരു നടി ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നില്ല അത്. മേൽപ്പറഞ്ഞ 3 സിനിമകളും കലാപരമായും സാമ്പത്തികപരമായും പരാജയമായി. അഭിനയ ജീവിതത്തിൽ തീർത്തും അപ്രസക്തയായി എന്ന് തോന്നിപ്പിച്ച സന്ദർഭത്തിൽ വീണ്ടും MD ഹരിഹരൻ ടീം രക്ഷയ്ക്കെത്തി. ആരണ്യകം എന്ന ഗംഭീര സിനിമയിലെ സമാനതകളില്ലാത്ത അമ്മിണി എന്ന കഥാപാത്രം സലീമയെ തേടിയെത്തി. സിനിമ എന്തുകൊണ്ടോ അക്കാലത്ത് തിയേറ്ററിൽ വിജയമായില്ല. എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും മലയാളം ഓർമ്മിക്കുന്ന പ്രധാന ചിത്രങ്ങളിൽ ഒന്നായി ആരണ്യകം. അതിലുപരി സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നായികാ കഥാപാത്രങ്ങളിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ച വേഷമായിരുന്നു ആരണ്യകത്തിലെ അമ്മിണി. അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള വേഷമായിരുന്നു അത്. കവിയത്രിയും അല്പസ്വല്പം എക്സെൻട്രിസിറ്റിയുമാണ് അമ്മിണി എന്ന പെൺകുട്ടിയുടെ ബാഹ്യമായ പെരുമാറ്റത്തിലെ തന്റേടവും ധൈര്യവും. അതിനപ്പുറം തന്റെ കാമുകന്റെ മരണത്തിന് കാരണക്കാരനായ ഒരുവനോട് ക്ഷമിക്കാൻ തക്ക ആർദ്രതയും സഹാനുഭൂതിയുമുള്ള മനസ്സിലെ മാനുഷിക ഭാവങ്ങളും അസാധ്യ കയ്യൊതുക്കത്തോടെയാണ് സലീമ അവതരിപ്പിച്ചത്. ഏകാഗിയായ മനുഷ്യന്റെ ആത്മവ്യഥകളുടെ കാവ്യ ഭംഗിയാർന്ന ആവിഷ്കാരം കൂടിയായിരുന്നു ആ ചിത്രം. തൊട്ടടുത്ത് നിന്നാലും എന്നെ ആരും കാണുന്നില്ല എന്ന പ്രഖ്യാതമായ ഒരു സംഭാഷണ ശകലമുണ്ട് ആ സിനിമയിൽ. സിനിമയുടെ കോർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ അവസ്ഥയെ കഥാപാത്ര വ്യാഖ്യാനം വഴി സലീമ മറ്റൊരു വിധാനത്തിലെത്തിച്ചു. അവർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിറങ്ങിയതോ വേൾഡ് ക്ലാസിക്കുകൾ കണ്ട് ശീലിച്ചതോ ആയ അഭിനേത്രി ആയിരുന്നില്ല. പക്ഷേ അഭിനയം അവരുടെ ജീനുകളിൽ ഉണ്ടായിരുന്നു. പ്രകടനപരത തീർത്തും ഒഴിവാക്കി കഥാപാത്രം കൊണ്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാവപ്രസരണം സാധ്യമാക്കാൻ കഴിയുന്ന വലിയ അഭിനേത്രികളുടെ ഗുണം കാണിച്ച നടിയാണ് സലീമ. അവർ മലയാളത്തിലെ മഹാനടികളുടെ ഗണത്തിലേക്ക് ഉയരുമെന്ന് തന്നെ 2 സിനിമകളുടെ വ്യാപകമായ പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. മഹായാനം, വന്ദനം എന്നിങ്ങനെ ഒരുപിടി സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചെങ്കിലും ആരണ്യകത്തിന്റെ തുടർച്ചകൾ സംഭവിച്ചില്ല. ആ തലത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് അവർ കാസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നത് വ്യക്തിപരമായ നിർഭാഗ്യം. വിസ്മൃതിയിലേക്ക് ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മറയുന്ന സലീമയെയാണ് പിന്നീട് നാം കണ്ടത്. വ്യക്തിജീവിതത്തിൽ തിരിച്ചടികളുടെ പരമ്പര തന്നെ അവർക്ക് നേരിടേണ്ടതായി വന്നു. മുത്തശ്ശിയുടെയും അമ്മയുടെയും മരണം, ബിസിനസ്സിലെ തകർച്ച, ജീവിതം അവരുടെ കൈകളിൽ നിന്ന് മെല്ലെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. സിനിമയില്ലാതെ കടന്നുപോയത് 25ഓളം വർഷങ്ങൾ. ജീവിക്കാനായി അവർ പല വേഷങ്ങളും കെട്ടി. വിവാഹം വഴിമാറിയ ജീവിതമായിരുന്നു സലീമയുടേത്. രൂപഭംഗിയും പ്രശസ്തിയും ഒത്തിണങ്ങിയ നല്ല കാലം മുതൽ ഇന്നോളം വിവാഹം എന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് സലീമ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു പുരുഷ വിദ്വേഷിയോ വിവാഹത്തിന് എതിരോ അല്ല. എന്തുകൊണ്ടോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ കാര്യങ്ങൾ ഒത്തിണങ്ങി വന്നില്ല. ബിസിനസ്സുകൾ ഒന്നൊന്നായി തകരുകയും ജീവിതം വഴിമുട്ടുകയും ആ ഘട്ടത്തിലും എവിടെ ചെന്നാലും നടി എന്ന നിലയിൽ തിരിച്ചറിയപ്പെടുകയും ചെയ്തപ്പോൾ വീണ്ടും സിനിമയിൽ ഭാഗ്യം പരീക്ഷിച്ചാലോ എന്ന തോന്നൽ ഗ്രസിച്ചു. 2019 മുന്തിരി മൊഞ്ചൻ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയെങ്കിലും ഫലവത്തായില്ല. കഴിഞ്ഞ വർഷം DNA എന്ന ചിത്രത്തിലും അഭിനയിച്ചു. ഈ വർഷം പുറത്തു വന്ന രേഖാ ചിത്രത്തിലാണ് കുറച്ചെങ്കിലും പ്രാധാന്യമുള്ള വേഷം ലഭിക്കുന്നത്. ഇതിനിടയിൽ ചില തമിഴ്, തെലുങ്ക് TV പരമ്പരകളിലും അഭിനയിച്ചു. വിധി അവരെ പല തലങ്ങളിലാണ് കീഴടക്കിയത്. ഒന്ന്, സലീമയിലെ അസാധ്യ നടിയുടെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉതകുന്ന വേഷങ്ങൾ പിന്നീട് ലഭിച്ചില്ല. 2, രൂപം കൊണ്ടും ആകെ മാറിപ്പോയി. ഉള്ളതിലും കൂടുതൽ പ്രായം തോന്നിക്കുന്നതോടൊപ്പം അവരിൽ ഓമനത്വവും നിഷ്കളങ്ക ഭംഗിയും എവിടെയോ ചോർന്നു പോയിരിക്കുന്നു. ഒരുപക്ഷെ കാലം സമ്മാനിച്ച തിക്താനുഭവങ്ങൾ അവരെ മാറ്റിമറിച്ചതാകാം. എന്തുതന്നെ ആയാലും സലീമയെ സംബന്ധിച്ച് ജീവിതം ഒരു നഷ്ടമല്ല. 100 കണക്കിന് പടങ്ങളിൽ അഭിനയിച്ച പല നടികൾക്കും ഓർത്തുവെക്കാൻ പറ്റിയ ഒരു കഥാപാത്രം പോലുമില്ല. എന്നാൽ നക്ഷത്രങ്ങൾ, ആരണ്യകം എന്നിങ്ങനെ 2 സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ സലീമ പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും നിലനിൽക്കുന്നു.